ഇനി സിറ്റി വിഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഉപ്പുതറ പഞ്ചായത്ത് ഭരണം LDF-ലേക്ക്. UDF-മായി ഇടഞ്ഞ് സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച രമണി രൂപേഷ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകും. കോൺഗ്രസ് നിരവധി തവണ തന്നെ അവഗണിച്ചെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും രമണി സിറ്റി വിഷനോട് പറഞ്ഞു. വിജയിച്ചതിനു ശേഷം UDF നേതാക്കൾ തന്നെ വിളിച്ചെന്നും UDF-ലേക്ക് ഇല്ലെന്നും രമണി വ്യക്തമാക്കി. പ്രതികരണത്തിലേക്ക്. ഞാൻ UDF-ൻ്റെ ഒരു പ്രവർത്തകയായിരുന്നു, സജീവമായ ഒരു പ്രവർത്തകയായിരുന്നു. UDF-ൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇലക്ഷൻ സമയമാകുമ്പോൾ അവർ ജാതിയുടെ പേരിൽ പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുന്നു. പലപ്പോഴും എനിക്ക് അവഗണന ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തന്നെ മാനസികമായിട്ട് ഒത്തിരി ഇലക്ഷൻ സമയത്തും തളർത്തിയായിരുന്നു. കൂടുതൽ എന്നെക്കൊണ്ട് അവിഖ്യാതി പറഞ്ഞാണ് ഇലക്ഷൻ സമയത്ത് തളർത്തിയായിരുന്നു. പക്ഷെ ഞാനിനി UDF-ലേക്ക് ഇല്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നു. ഞാൻ ഭരണ സംവിധാനമായ LDF-ലോട്ട് ചേർന്ന് തന്നെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഉപ്പുതറയിൽ നിന്നും ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, ഉപ്പുതറ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരികയാണല്ലേ? ഉപ്പുതറ പഞ്ചായത്ത് ഇത്തവണയും ഇടതുപക്ഷത്തോടൊപ്പമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചുവെന്ന് ശ്രീ രമണി രൂപേഷ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ഉപ്പുതറ പഞ്ചായത്തിൻ്റെ നേർചിത്രം തെളിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തിയായിരുന്ന താൻ ഏതാനും നാടുകളായി ഈ വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നെന്നും തനിക്ക് ഏറെ അർഹതപ്പെട്ട സീറ്റ് പലതവണ തനിക്ക് നിഷേധിച്ചെന്നും ഇത് തന്നെ മാനസികമായി ബുദ്ധിമുട്ടിപ്പിച്ചുവെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ 2 ടേമുകളായിട്ട് ഇടതുപക്ഷമാണ് ഉപ്പുതറ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാർഡിനെ കുറിച്ചുള്ള തൻ്റെ വികസന കാഴ്ചപ്പാടുകളും ശ്രീമതി രമണി രൂപേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് റോഡുകൾ, ഭവനമില്ലാത്തവർക്ക് ഭവനം, വികസനം ചിലരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്നതൊക്കെ മാറ്റുമെന്നും താൻ എല്ലാ ജനങ്ങൾക്കും ഒരു ജനകീയ മെമ്പറായി താൻ പ്രവർത്തിക്കുമെന്നും ശ്രീ രമണി രൂപേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ UDF-ലും ചർച്ചകൾ മുറുകുന്നുണ്ട്. ഏറെ ജയസാധ്യതയുള്ള ചില സീറ്റുകൾ സ്ഥാനാർത്ഥി തലത്തിലെ പിഴവുകൾ മൂലം ഭരണം കളഞ്ഞു കുളിച്ചതിനും ഇതും ഈ UDF-ൽ ചർച്ചയാകുന്നുണ്ട്. ഷിനുവാണ് വിവരങ്ങൾ നൽകിയത്.